നമ്മുടെ വ്യൂവേഴ്സായിട്ടുള്ള പല പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ കുട്ടികൾ ആരെങ്കിലും മൊബൈൽ സംബന്ധമായ അഡിക്ഷൻസോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴോ അല്ലാതെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം കാണിക്കുന്നവരോ പഠനത്തിൽ പുറകിലോട്ട് പോകുന്നവരോ ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യണം എന്നുള്ളൊരു വാക്കോട് ഇവിടെ പറഞ്ഞു പോകണമെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ ആഡ് ചെയ്തതാണ്. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് കൂടെ ബ്രദർ റെനി വെസ്ലി ഉണ്ട്. റെനി വെസ്ലി എൻ്റെ സ്നേഹിതനാണ്. അതിനേക്കാൾ ഉപരി ട്രാൻസ്ഫോമേഴ്സ് എന്ന യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന, വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അനുഗ്രഹീതമായ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. മലയാളിയുടെ ഒരു പൊതുബോധമനുസരിച്ച്, പൊതുരീതി അനുസരിച്ച് മക്കൾക്ക് വേണ്ടിയാണ് ഓരോ മലയാളിയും ജീവിക്കുന്നത്. മക്കളെ ജനിക്കുന്നിടം തൊട്ട് അവർ വളർന്നു വരുന്ന അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും ആകുലതകളുള്ള, അവരുടെ വളർച്ചയിൽ പ്രത്യേകമായ ശ്രദ്ധയുള്ള, അവർ തങ്ങളെക്കാൾ വലിയവരാകണമെന്ന് ആഗ്രഹിക്കുന്ന, അവരുടെ ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരു സമൂഹമാണ് മലയാളി സമൂഹം. അപ്പം ഈ മലയാളി കുടുംബങ്ങളുടെ ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെ മലയാളികൾ തങ്ങളുടെ മക്കളെ ഏറ്റവും ഉന്നതമായ സാഹചര്യങ്ങളിൽ വളർത്താനും അവർക്ക് ലഭ്യമാകുന്ന എല്ലാ സൗകര്യങ്ങളും കൊടുക്കുവാനും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ച് വളർത്തുന്ന മലയാളിയുടെ പുതിയ തലമുറ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളിലുള്ള സ്വാധീനത്തിൻ്റെ അളവ് വളരെ കുറവാണ്. അവരെ സ്വാധീനിക്കുന്ന മറ്റ് പലവിധമായ കാര്യങ്ങളുണ്ട്. അവരുടെ പൊതു ലോകം, അവരിടപെടുന്ന സമൂഹം, അവരുടെ സ്നേഹിതർ, അവരെ ബന്ധപ്പെടുന്ന മറ്റ് നിരവധി കാര്യങ്ങളുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ വലിയ വ്യാപനത്തിൻ്റെ ഒരു കാലഘട്ടം ഈ വിദ്യാർത്ഥികളെ, കുട്ടികളെ, ടീനേജേഴ്സിനെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ. ഇതിപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ലോകമാണ്. ഈ കാലഘട്ടത്തിൽ കുറേ കുട്ടികളെയെങ്കിലും നേർവഴിയിലേക്ക് തിരിക്കുവാനും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനും സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോട് കൂടെയുള്ള റെനി സാർ. റെനി സാറെ, സ്വാഗതം ചെയ്യുന്നു ഹല്ലേലൂയ ന്യൂസിലേക്ക്. ഔപചാരികതകളൊന്നും ഇല്ലാതെ ചോദിക്കട്ടെ, ഈ വിദ്യാർത്ഥികൾക്കിടയിൽ, കുട്ടികൾക്കിടയിൽ പ്രവർത്തിക്കണം എന്ന ഒരു സ്പാർക്ക് എപ്പോഴാണ് ഉണ്ടായത് ജീവിതത്തിൽ? എൻ്റെ ലൈഫിൻ്റെ ഒരു മാറ്റമാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ആ ഒരു കാര്യത്തിലേക്ക് നയിച്ചത്. ഞാനൊരു പാസ്റ്ററുടെ മകനായിട്ട് ജനിച്ചൊരു കുട്ടിയാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനിൽ വീട്ടിൽ വളർത്തപ്പെട്ട ഒരാളാണ്. പലതിനും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. വളരെ ബാക്കിയുള്ള സാധാരണ കുട്ടികൾ ജീവിക്കുന്ന പോലുള്ള ഒരു സ്വാതന്ത്ര്യത്തോടെ അല്ല പലപ്പോഴും ഞാൻ ജീവിച്ചിട്ടുള്ളത്. അതിൻ്റെ റീസൺ ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പം ഒരു സേഫ്റ്റി സോണിലേക്ക് എന്നെ നിർത്താനുള്ളൊരു ശ്രമമായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊന്നും ഒരു പരിധിയിലേറെ ഫലം കണ്ടില്ലെന്ന് വേണം പറയാൻ. കാര്യം എന്താണ് പറയുക, ഒരു സംതൃപ്തിയിലേക്ക് എന്നെ കൊണ്ടുവന്നില്ല. എൻ്റെ ഒരു 18 years പ്രായമുള്ള സമയത്താണ് ഞാൻ ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വരുന്നത്. ഈശോ ആരാണെന്ന് മനസ്സിലാക്കുന്നതും വ്യക്തിപരമായ ഒരു ആത്മീയ ജീവിതത്തിന് തുടക്കം കുറിച്ചത് അവിടെ നിന്നാണ്. അപ്പോൾ അന്ന് മനസ്സിലുണ്ടായ ഒരു ആഗ്രഹമാണ്. ഞാനും ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. സൺഡേ സ്കൂളിൽ ഭാഗമായിരുന്നു. പക്ഷേ അവിടെയെല്ലാം പലപ്പോഴും മിസ്സൗട്ട് ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ചുള്ളൊരു ബോധ്യമുണ്ടായത് ആ സമയത്താണ്. ദൈവമായിട്ടുള്ള വ്യക്തിപരമായൊരു ബന്ധം, ഒരു എൻകൗണ്ടർ വിത്ത് ഗോഡ് എന്ന് വേണേൽ പറയാം. അത് ശരിക്കും ബൈബിളിലുള്ള എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എടുത്തു പറയുന്ന എല്ലാവർക്കും. മോശയ്ക്ക് അത് മുൾപ്പടപ്പിന് മുമ്പിലുണ്ടായി, പൗലോസിന് ദമസ്കോസിൻ്റെ പടിവാതിൽക്കലുണ്ടായി. എല്ലാവർക്കും അങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും എന്ന് ഞാൻ പറയുമ്പം ബൈബിളിൽ എടുത്തു പറയുന്ന എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുറേയധികം ആളുകൾ അതില്ലാതെ ജീവിതം നടന്നു പോയിട്ടുണ്ട്. അപ്പം എൻ്റെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആ എൻകൗണ്ടറിന് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. സോ അത് ഓരോ കുട്ടികൾക്കും ടീനേജേഴ്സിനും ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് എന്ന് വേണമെങ്കിൽ ഒരു വാക്കി പറയാം. പിന്നെ മറ്റൊന്ന്, ഞാൻ ഈ മേഖലയിലോട്ട് വന്ന അതിനെക്കുറിച്ച് പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഈ മേഖല അല്ലെങ്കിൽ കുട്ടികളും ടീനേജേഴ്സിൻ്റെയും ജീവിത രൂപാന്തരം എന്ന ഒരു കാര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിയാത്ത പോലെ ഒരു നീഡ് അവിടെയുണ്ട്. മറ്റൊന്ന് ചിന്തിക്കാൻ കഴിയാത്ത പോലെ നീഡ്, അതൊരു ഘടകമാണ്. രണ്ടാമത്തെ ഒരു ഘടകം, അവിടെ ഒത്തിരി ഇല്ലായ്മകളുണ്ടെങ്കിലും പല രീതിയിലുള്ള പരിമിതികളുണ്ടെങ്കിലും ഓരോ ദിവസവും മുമ്പോട്ട് പോകാനുള്ളൊരു പാഷൻ ഓരോ ദിവസവും ഓരോ സെഷനും എനിക്ക് നൽകുന്നുമുണ്ട്. അതാണ് സാറേ ഈ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞ ഈ കാലഘട്ടം ഒരു വല്ലാത്തൊരു കാലമാണ്. നമ്മൾ നിരന്തരം കേൾക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ കാണുന്ന വിഷ്വൽസ് എല്ലാം ഈ ടീനേജേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ അറിയുന്ന വാർത്തകളൊക്കെ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ.
ഈ സമൂഹം കേരള സമൂഹത്തിനുണ്ടായിരിക്കുന്ന മാറ്റം. കേരളത്തിന് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടാകും. അപ്പം സാർ എത്രത്തോളം അവെയറാണ് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച്? ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ വിശദമായിട്ട് അത് പറയാൻ സാധിക്കും. നിശ്ചയമായിട്ടും പലതരത്തിലുള്ള ചാലഞ്ചസ് നമ്മൾ എന്താ പറയുക, ഓരോ ഉദാഹരണത്തിന് വേണമെങ്കിൽ കോവിഡിന് മുമ്പുള്ള സമൂഹമെന്നും കോവിഡിന് ശേഷമുള്ള സമൂഹമെന്നും നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു കാലമാണ്. കോവിഡിന് അകത്തുള്ള കോവിഡിന് ശേഷമുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത്, ഇപ്പോൾ അധ്യാപകരോട് നമ്മൾ സംസാരിച്ചാൽ അവർ പറയും കുട്ടികൾക്ക് ഏകാഗ്രതയില്ല. അതിൻ്റെ വലിയൊരു പ്രധാനപ്പെട്ട റീസൺ സ്ക്രീനുകൾ തന്നെയാണ്. സ്ക്രീനുകളിൽ അവർ ചെലവഴിക്കുന്ന സമയം, പ്രത്യേകിച്ചും ഈ സ്ക്രീനുകളുടെ അകത്തുമുള്ള വേറെ പ്രശ്നങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം യൂട്യൂബ് തന്നെ എടുക്കുക. ഇപ്പം നമ്മുടെ ഈ വീഡിയോ യൂട്യൂബിലാണല്ലോ പബ്ലിഷ് ചെയ്യുന്നത്. യൂട്യൂബ് തന്നെ എടുക്കുമ്പം അവിടെ നമുക്ക് വലിയ വീഡിയോസ് ഉണ്ട്, ചെറിയ റീൽസ് ഉണ്ട്. ഈ റീൽസും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലെ ഷോർട്സും, യൂട്യൂബിലെ ഷോർട്സും ഇൻസ്റ്റാഗ്രാമിലെ റീൽസും ചെറിയ വീഡിയോസ് കാണാനായിട്ട് ആണ് കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടം. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഈ കൊച്ചു കൊച്ചു റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഫോക്കസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അവരുടെ അറ്റൻഷൻ അതാണ് ടീച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് യാതൊരു റോളും ഇല്ലാത്ത പോലുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സ്വയം നിയന്ത്രിക്കാൻ, ഇപ്പം ഒരു സ്ക്രീൻ ടൈം ഫിക്സ് ചെയ്താൽ, ഇപ്പം ഞാൻ ഇത്ര സമയം കാണത്തുള്ളൂ എന്നൊരു കുട്ടി ഫിക്സ് ചെയ്താൽ അതിനകത്ത് നിൽക്കാൻ അവനോ അവൾക്കോ കഴിയുന്നില്ല. മറ്റൊരു എക്സ്റ്റേണൽ ഹെൽപ്പ് ഇല്ലാതെ കഴിയുന്നില്ല. പോണോഗ്രഫി പോലുള്ള കാര്യങ്ങൾ, അതുപോലെ എന്താ പറയുന്നത്, ഈ വസ്തുക്കൾ ഉപയോഗിക്കുന്ന പോലുള്ള അഡിക്ഷൻസ് വളരെയധികമായിട്ട് കൂടി വരുന്നു. പുകയിലയുടെ തന്നെ വിവിധ രൂപങ്ങൾ, ചവയ്ക്കുന്നത്, പുകയ്ക്കുന്നത്, മയക്കുമരുന്നുകളുടെ പല ഭാവങ്ങൾ, ഇതെല്ലാം കുട്ടികളെ നമ്മൾ പോലും അറിയാത്ത ലോകത്ത് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. നേരത്തെ കുട്ടികളെ സ്കൂളിൽ അയക്കുന്നത് ഭയപ്പെടാനില്ലായിരുന്നു. സ്കൂളുകൾ അപകടകരമാണെന്നല്ല, പക്ഷേ പുറത്തു പോകുന്ന കുട്ടികൾ എവിടെയൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച്, എവിടെയാണ് അവർ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട ഒരു, അല്ലെ തികച്ചും വ്യക്തതയോടെ അന്വേഷിക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു സമയം. ഓക്കെ, സ്കൂളുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാം. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകനുമായിട്ട് സംസാരിച്ചപ്പോൾ കുട്ടികളെ ശിക്ഷിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരോടൊന്നും മറുത്തു പറയാൻ പറ്റുന്ന ഒരു ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അയാൾ വല്ലാത്ത പ്രഷറിലാണ്. അപ്പോൾ കുട്ടികളോടൊന്നും പറയാൻ പറ്റുന്നില്ല, കുട്ടികളോട് എതിർത്ത് നിൽക്കാൻ പറ്റുന്നില്ല, അവരെ ശിക്ഷിക്കാൻ പറ്റുന്നില്ല, ഉപദേശിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഉപദേശിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെ ജോലിയെ തന്നെ ബാധിക്കത്തക്ക നിലയിൽ എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ സിറ്റുവേഷൻസ് മാറുന്നു. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതുബോധം തന്നെ ഈ കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള നിലയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ നമ്മുടെ കുഞ്ഞുങ്ങളും ഈ തലമുറയിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെയാണ് നേരിടുന്നത്. എങ്ങനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഈ വിദ്യാർത്ഥികളെ, ടീനേജേഴ്സിനെ ഒക്കെ ഒരു നേർവഴിക്ക് നയിക്കാൻ സാധിക്കും? എന്താണ് അതിനുള്ളൊരു സ്ട്രാറ്റജി? എന്താണ് അധ്യാപകർ, സ്കൂള്, അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു പോയിന്റ്. എന്നാൽ ഫാമിലിയും കൂടെ ഞാൻ ഇതിനകത്ത് കണക്ട് പറയാൻ ആഗ്രഹിക്കുന്നു. മാതാപിതാക്കൾ കുട്ടികളെ സ്വാധീനിക്കുന്നതും അതുപോലെ തന്നെ അധ്യാപകർ കുട്ടികളെ സ്വാധീനിക്കുന്നത്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു, അതിൻ്റെ ഒരു കാലമാണിതെന്ന് ഞാൻ പറയും. അതായത് ഒരു പോസിറ്റീവായിട്ട് പേരൻറ്റിങ്ങും ടീച്ചിങ്ങും ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണിത്. ഉദാഹരണം, ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ അധ്യാപകർക്ക് സത്യത്തിൽ കുട്ടികളെ അല്പമെങ്കിലും പണിഷ് ചെയ്യാനും അവരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും കഴിയുന്നു. മറ്റു രാജ്യങ്ങളിൽ അത് ശിക്ഷാർഹമാണ്. അപ്പം അങ്ങനെ ഒരു കൾച്ചറിലോട്ട് കാര്യങ്ങൾ പോകുന്ന ഒരു കാലത്ത് നമ്മളതിനെ പോസിറ്റീവായിട്ട് കാണുന്നതാണ് ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി ആ സ്വാതന്ത്ര്യം ഇല്ല, അതുകൊണ്ട് കുട്ടികളൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ മറ്റൊരു വലിയ ടൂള് നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ പേരാണ് സ്വാധീനം എന്ന് പറയുന്നത്. ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി മൂലം എൻ്റെ അധ്യാപകന് മുറിവേറ്റാൽ, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛന് മുറിവേറ്റാൽ, അതെൻ്റെ വേദനയായിട്ട് കുട്ടികൾക്ക് മാറുന്ന ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇന്നത്തെ കാലത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. സ്വയം ശിക്ഷിക്കുന്ന അധ്യാപനെ കുറിച്ചുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കുട്ടിക്ക് ശിക്ഷ കൊടുക്കുന്നതിന് പകരം സ്വയം ആ ശിക്ഷ ഏറ്റെടുക്കുന്നു. അത് അവൻ്റെ ഹൃദയത്തെ മനസ്സിനെ നിറയ്ക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധമായിരിക്കും. ഈ ബന്ധം നിലനിൽക്കുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള അധ്യാപകർ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ശിക്ഷണത്തിനെതിരല്ല, ശിക്ഷണങ്ങൾ ആവശ്യമാണ്. ശിക്ഷണങ്ങളില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഡിസഗ്രിമെൻറ്റ്സ് ഉറപ്പായിട്ടും ഉണ്ടാവും ടീച്ചിങ്ങിനിടയ്ക്ക്. എന്നാൽ അതിൻ്റെ ശിക്ഷിക്കുന്നത് തന്നെ വടി കൊണ്ട് അടിക്കുന്നത് മാത്രമല്ല, മറ്റു പല ശിക്ഷാ രീതികൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്കൊരു പരിധി വരെ കഴിഞ്ഞാൽ, ഒരു പരിധി വരെ
എങ്കിലും നമുക്ക് ഈ ഒഴുക്കിനെതിരെ നീന്താനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഞാൻ പറയുന്ന എല്ലാവരെയും അല്ലെങ്കിലും ഒരു ഭൂരിപക്ഷം കുട്ടികളെയും സ്വാധീനിക്കാൻ ആ ബന്ധത്തിന് കഴിയും എന്നുള്ള ഒരു ചിന്തയിലാണ്. ഓക്കെ, ഈ നമ്മളിപ്പോൾ സ്കൂളിനെ കുറിച്ചാണ് സ്കൂളിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ സ്കൂൾ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് സഭകളുടെ ഒരു റോൾ ഇതിനകത്തുണ്ട്. കുട്ടികളെ അവരുടെ സ്വഭാവ രൂപീകരണത്തിലും അവരെ ദൈവവചന പ്രകാരം ഡെവലപ്പ് ചെയ്യുന്നതിൽ സഭകൾക്കൊരു വലിയ റോളുണ്ട്. പക്ഷെ നമ്മളതൊരു സൺഡേ സ്കൂൾ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ നടത്തുന്ന 2-3 ദിവസത്തെ VBS ഇങ്ങനെ ഒരു ചട്ടക്കൂട്, പഴയ ഒരു ചട്ടക്കൂട്, അതായത് ഒരു 60 വർഷം മുമ്പ് നമ്മൾ എന്ത് ചെയ്തോ അത് തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. 60 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ അറിവിലല്ല ഇന്നത്തെ വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലല്ല വളർന്നു വരുന്നത്. ഇന്നും നമ്മുടെ സൺഡേ സ്കൂൾ പുസ്തകങ്ങൾ എല്ലാ സഭകളുടെയും, ഏത് സഭയുടെ എടുത്തു, സൺഡേ സ്കൂൾ പുസ്തകങ്ങൾക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പഠന രീതികളിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടായി, വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്ക് സാഹചര്യങ്ങൾക്കും എല്ലാം വ്യത്യാസമുണ്ടായി. അപ്പോൾ സൺഡേ സ്കൂൾ നല്ല കാര്യമാണ്. സൺഡേ സ്കൂൾ നന്നായിട്ട് നടക്കുന്നു. കഴിഞ്ഞ 200 വർഷത്തിലധികമായിട്ട് സൺഡേ സ്കൂൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ 60 വർഷം മുമ്പുണ്ടായിരുന്ന സിലബസും 60 വർഷം മുമ്പുണ്ടായിരുന്ന അതേ രീതികളും കൊണ്ട് ഈ സൺഡേ സ്കൂൾ ഇങ്ങനെ മുൻപോട്ട് പോയാൽ ഇന്നത്തെ തലമുറയെ സ്വാധീനിക്കുവാൻ അതുകൊണ്ട് സാധിക്കുമോ എന്ന് പറയുന്നു? 100% ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ വാക്ക്. കാരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ വർഷവും ഒരുപാട് മാറ്റങ്ങളിലൂടെ നമ്മുടെ സമൂഹം പോവുകയാണ്. പ്രത്യേകിച്ചും മീഡിയ തലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതുമൂലം സംസ്കാരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, സംസാര രീതികളുണ്ടാകുന്നു. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ തന്നെ എന്തുമാത്രം മാറ്റങ്ങൾ മീഡിയ കൊണ്ടുവന്നു. നേരത്തെ വൈകുന്നേരത്തെ ആഹാരം ഒരുമിച്ചിരുന്ന് കഴിക്കുകയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നീട് TV വന്നപ്പോഴത്തേക്ക് എല്ലാവരും TV-യിലേക്ക് നോക്കിയിരുന്ന് കഴിക്കുമായിരുന്നു. ഇന്നിപ്പം എല്ലാവരും ടേബിളിൽ നിന്ന് ആഹാരം എടുത്ത് സ്വന്തം മൊബൈലുമായിട്ട് അവരവരുടെ റൂമുകളിൽ പോയിരുന്നാണ് കഴിക്കുക. അപ്പോൾ ഈ മീഡിയ കൊണ്ടുവരുന്ന കുറേ സിമ്പിളായിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ, പക്ഷേ ഈ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ഗ്യാപ്പുകൾ ചെറുതല്ല. ഇവൻ ബൈബിളിൽ പോലും അത് മെൻഷൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ക്ലിയർ ആയിട്ടുള്ള കാര്യം. മലാക്കിയുടെ പുസ്തകത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ അവസാന പുസ്തകത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അത് ഞാനൊന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിങ്ങനെയാണ്, മലാക്കി 4:6 വാക്യം: ഞാൻ വന്ന ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കുമെന്നാണ്. ഇതൊരു ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ അപ്പന്മാരും മക്കളും താമസിക്കുന്ന എവിടെയാണ്? ഒറ്റ വീട്ടിൽ ഒരു കൂരയ്ക്ക് കീഴെയാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതാണ്. പക്ഷേ ഇവർ തമ്മിലൊരു ഗ്യാപ്പുണ്ട്, ഒരു ഗ്യാപ്പുണ്ട് എന്നുള്ളത് ബൈബിൾ തന്നെ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അതെല്ലാ ജനറേഷനിലും ഉണ്ട്. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് വളരെയധികം വർദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ സിറ്റുവേഷനൊക്കെ അഡ്രസ്സ് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ കരിക്കുലം മുമ്പോട്ട് പോയാൽ അത് അത്ര ആരോഗ്യകരമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം ഓരോ വർഷവും ഇപ്പം ലാസ്റ്റ് ഇയറിൽ ചെയ്തത് ഈ വർഷം പ്രയോജനം ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കോവിഡിന് മുമ്പ് നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് ആക്ച്വലി ഒരു വെക്കേഷൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, വിഷൻ ബിൽഡിംഗ് സ്കൂൾ എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പം ആ മെറ്റീരിയൽ കോവിഡിന് തൊട്ട് മുമ്പുള്ള വർഷം, അല്ലെങ്കിൽ കോവിഡിൻ്റെ വർഷം 2020 നമ്മൾ ഉണ്ടാക്കിയെടുത്ത മെറ്റീരിയൽ നമുക്ക് കോവിഡിന് ശേഷമുള്ള 2023-ലോ 2022-ലോ തീർത്തും പ്രയോജനമില്ലാത്ത അപ്രസക്തമായ മെറ്റീരിയലായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പം നമുക്ക് ഓരോ വർഷവും സൺഡേ സ്കൂൾ കരിക്കുലം റിവൈസ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിപരമല്ല, അപ്രായോഗികമാണ്. അത് തന്നെ അപ്രായോഗികമാണ്. എന്നാൽ ഒന്ന് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു 3 വർഷത്തിലൊരിക്കലെങ്കിലും അത് റിവൈസ് ചെയ്യുക. ഒപ്പം ഓരോ വർഷവും വരുത്താനുള്ള അപ്ഗ്രേഡ്സിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ മാറ്റങ്ങളെക്കുറിച്ച് ഉള്ള ഒരു ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു കണ്ടന്റ് സഭകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനേക്കാളിലും പ്രധാനമാണ് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്. പല അധ്യാപകരും 10 വർഷമായിട്ടോ 15 വർഷമായിട്ടോ 30 വർഷമായിട്ട് ഞാൻ അവരെ ബഹുമാനിക്കുകയും സ്നേഹത്തോടെ ആദരിക്കുകയും ചെയ്യുന്ന കാര്യം, അത്രയും വർഷങ്ങളായിട്ട് അവർ ചെയ്യുന്ന ത്യാഗമാണത്. പക്ഷേ അവർക്ക് ട്രെയിനിങ് ആവശ്യമാണ്. ഓരോ ദിവസവും അവര് സത്യത്തിൽ അപ്ഡേറ്റഡ് ആകുന്നില്ല. സൺഡേ സ്കൂൾ അധ്യാപകരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഞാനും സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു, ഇപ്പോൾ കുറേ കാലമായിട്ട് പഠിപ്പിക്കുന്നില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ അനുഭവമായിരുന്നു ഈ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ആ കുട്ടികൾക്ക് നമ്മൾ ദൈവവചനം പറഞ്ഞു കൊടുക്കുന്ന അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾക്ക് സഭകൾക്ക് അങ്ങനെ അധ്യാപകരെ ട്രെയിൻ ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനമില്ല, സംവിധാനമില്ല. നമ്മൾ ചർച്ചിൽ ഫ്രീ ആയിട്ട് ആരുണ്ട്, ആക്റ്റീവായിട്ട് ആരുണ്ട്, അവരെ പിടിച്ചെന്ത് ചെയ്യുന്നു, സൺഡേ സ്കൂൾ അധ്യാപകരാക്കുന്നു. സത്യത്തിൽ അവിടെ തന്നെ നമ്മൾ പാളിപ്പോവുക. ഒരു 50% നമ്മൾ അവിടെ പാളുക. അത്രയെങ്കിലും ചെയ്യുന്നല്ലോ എന്നുള്ളതും അവരുടെ ആ എഫേർട്ടിനും നമ്മൾ വില കൽപ്പിക്കണം. അപ്പോൾ തന്നെ ഇവർക്കൊരു പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു സ്ഥിരം സംവിധാനം എല്ലാ സഭകൾക്കും
അത്യാവശ്യമാണെന്നാണ് എൻ്റെ ചിന്ത. 100%. അല്ലെങ്കിൽ എല്ലാ സഭകളും ചേർന്ന് ഈ ഒരു കാര്യത്തിലെങ്കിലും എല്ലാ സഭകളും ചേർന്ന് ഇങ്ങനെ ഒരു അക്കാഡമിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു സിലബസ് അധ്യാപകർക്ക് വേണ്ടി ഉണ്ടാക്കി ഒരാഴ്ചത്തെങ്കിലും ഒരു ട്രെയിനിങ് അവർക്ക് കൊടുക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് വിദ്യാർത്ഥികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാനായിട്ട് ഈ അധ്യാപകർക്ക് സാധിക്കുമെന്നാണ് എൻ്റെ ചിന്ത. ഇനീഷ്യൽ ലെവലിൽ എനിക്ക് തോന്നുന്നു ലോക്കൽ സഭകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ലോക്കൽ സഭകളാണല്ലോ പ്രത്യേകിച്ചും സെൻട്രൽ സ്കൂളുമായിട്ട് നേരിട്ട് ഇടപെടും. ലോക്കൽ സഭകൾക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും കൗൺസിലിംഗ് ഫീൽഡിലുള്ള പ്രത്യേകിച്ചും കുട്ടികളുമായിട്ട് കൗൺസിലിങ്ങിൽ കാര്യമായിട്ട് ഇടപെടുന്ന പ്രിയപ്പെട്ടവരെ വിളിച്ച് അവരുടെ അധ്യാപകർക്ക് ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുന്നത് നല്ലതാണ്. ആ സെയിം സെഷൻ തന്നെ അല്ലെങ്കിൽ ആ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സെഷൻ ആ ദിവസം തന്നെ സഭയിലും കുടുംബങ്ങൾ ഒരുമിച്ചുള്ള മീറ്റിങ്ങുകളിൽ മാറുന്ന സാഹചര്യങ്ങളെക്കുറിച്ച്, കുട്ടികൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, പൊതുവിലുള്ള ഇഷ്യൂസിനെ കുറിച്ചൊക്കെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സൺഡേ സ്കൂൾ അധ്യാപകർക്കും അതുപോലെ മാതാപിതാക്കൾ കുടുംബങ്ങളായിട്ട് സഭായത്തിന് അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് വരുന്ന സമയത്ത് അവർക്കും കൃത്യമായ ഒരു അവയർനെസ് കൊടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യുമായിരിക്കും. ഒരു ഇനീഷ്യൽ ലെവൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഓൾവേസ് ഗുഡ്. പക്ഷേ ഇങ്ങനെ ഒരു തുടക്കമെങ്കിലും നമുക്ക് ലോക്കൽ സഭകൾ ഒരു ഇനിഷ്യലായിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഒരു 6 മാസത്തിലൊരിക്കൽ ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കാനായിട്ട് കഴിയുമെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഞാൻ പറയുന്നത്. സാർ നേരത്തെ പറഞ്ഞു തുടങ്ങിയപ്പം ഈ മീഡിയയുടെ സ്വാധീനത്തെ കുറിച്ച് പറഞ്ഞു. മീഡിയയുടെ സ്വാധീനം നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ടുള്ളൊരു സ്വാധീനം ഈ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളുടെയൊക്കെ ഒരു കാലഘട്ടം കുട്ടികളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന, മണിക്കൂറുകൾ അതിനകത്തിരിക്കത്തക്ക നിലയിൽ അവരെ സ്വാധീനിക്കുന്ന സ്ട്രീമേഴ്സ്, അവരാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സ്. അപ്പോൾ അവരത്ര കാര്യമായിട്ട് ഈ വിദ്യാർത്ഥികളുടെ മനസ്സിനെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ കൂടെ കൊണ്ട് നടക്കുന്നത് പോലെ മണിക്കൂറുകൾ ഇവരുമായിട്ട് സംസാരിക്കുകയും ചാറ്റ് ചെയ്യുകയും അവരുടെ വൊക്കാബുലറി തന്നെ വ്യത്യാസമാണ്, അവരുടെ സ്പീഡ് വ്യത്യാസമാണ്, അവരുടെ കൾച്ചർ വ്യത്യാസമാണ്. അങ്ങനെയുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ ആകർഷിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അവരുടെ ലൈഫിനെ തന്നെ അത് വല്ലാതെ ബാധിക്കുന്നു. മറ്റൊരു കാര്യം, ലോകത്തിൽ പണ്ടൊക്കെ ഇപ്പം ഒരു ഫാഷൻ പാരീസിലുണ്ടായാൽ ഇന്ത്യയിലെത്തുമ്പോഴത്തേക്ക് 2 വർഷമാകുമായിരുന്നു. ഇന്നിപ്പോൾ പാരീസിൽ എന്തുണ്ടാകുന്നോ അതിനു മുമ്പേ അല്ലെങ്കിൽ ആ സൈമൾട്ടേനിയസ് ആയിട്ട് ഇന്ത്യയിലും എന്ത് ചെയ്യുകയാണ്, അതേ ഫാഷൻ ഉണ്ടാകുകയാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ വീടുകളിൽ കുടുംബങ്ങളിൽ കുട്ടികൾ ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണലി ഉള്ള മ്യൂസിക് ബാൻഡുകൾ, ഇപ്പം കൊറിയൻ ബാൻഡുകളൊക്കെ നമ്മുടെ കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കുന്നു. അവരുടെ ഗെയിമുകൾ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പം നമ്മളിപ്പോഴും പക്ഷേ ഈ ദാവീദിൻ്റെ കഥ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഗോലിയാത്തിൻ്റെ ദാവീദിൻ്റെ കഥ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നിലവാരത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് വളരെ സങ്കടകരമായിട്ട് അത് പറയേണ്ടിയിരിക്കുന്നു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 2 കാര്യങ്ങൾ ഇതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, മാതാപിതാക്കളും അധ്യാപകരും നിശ്ചയമായിട്ടും അവരുടെ അറിവുകളിൽ അപ്ഡേറ്റഡ് ആകേണ്ടതുണ്ട്. പരിമിതികൾ കാണുമായിരിക്കും, എല്ലാം ചിലപ്പോൾ മനസ്സിലാകുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ 2000-ന് ശേഷം ജനിച്ചിട്ടുള്ള കുട്ടികൾ അവർ പിറന്നു വീണത് ഡിജിറ്റൽ ലോകത്തേക്കാണ്. ഞാൻ 78 ജനിച്ച ഒരാളാണ്, ഞാനത് പഠിച്ചെടുത്ത ഒരാളാണ്. അപ്പം ഇനി അതിൻ്റെ പുറകിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പഠിക്കാനുള്ളൊരു മനസ്സ് വളരെ അത്യാവശ്യമാണ്, പഠിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. ഈ മേഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂട്ടുകാരിൽ നിന്നും അല്ലാതെയും മനസ്സിലാക്കിയെടുക്കണം കാര്യം ആവശ്യമെങ്കിൽ ആ മേഖലയിൽ ഒരു ഓറിയന്റേഷൻ തന്നെ കൊടുക്കണമെന്ന് പറയും. പലരും അഭിമാനപൂർവ്വം പറയുന്ന വൈഫൈയുടെ പാസ്വേഡ് കൊച്ചുമൊബൈലിലാണെന്നാണ്. അതത്ര അപകടകരമാണെന്നുള്ള കാര്യം അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അതെ. അപ്പം അവിടെ ആവശ്യം എന്ന് പറയുന്നത് ഒന്ന് മാതാപിതാക്കൾക്കുള്ള അറിവ്. രണ്ടാമത്തെ കാര്യം കുടുംബത്തിലെ സംസാരിക്കാത്ത ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ല. അതിന് 2 കാര്യങ്ങൾ വേണം. ഒന്ന്, എന്ത് പറഞ്ഞാലും ഉടനെ കയറി അത് മോശമാണെന്നോ തെറ്റാണെന്നും അതിനെക്കുറിച്ച് ഇവിടെ പറയുകയേ വേണ്ടെന്നോ ഒക്കെയുള്ള ക്ലോസ്ഡ് സംസാരങ്ങൾ, ഞാൻ ആ വാക്ക ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ക്ലോസ്ഡ് ടോക്ക്. അത് നമുക്കറിയാലോ, നമ്മളൊരു ബസ്സേ കയറാനായിട്ട് ചെല്ലുമ്പം വാതിക്ക് നിൽക്കുന്ന ഡോറ് തുറക്കുന്ന ആ വ്യക്തിയോട് നമ്മൾ ചോദിക്കുകയാണ്, ഇത് കോട്ടയത്തിന് പോകുന്ന ബസ്സാണോ എന്ന് ചോദിക്കുമ്പം അദ്ദേഹം പറയുകയാണ്, ബോർഡ് ഫ്രണ്ടിലുണ്ടല്ലോ നോക്കിയാൽ പോരെ എന്ന് വേണം നമുക്ക് ചോദിക്കാം. പക്ഷേ പിന്നെ ആ കോൺവെർസേഷൻ അവിടെ തീർന്നു. ഇത് കോട്ടയത്തിനാണ്, കയറിക്കാട്ടെ എന്ന് പറഞ്ഞാൽ താങ്ക് യു എന്ന് പറഞ്ഞ് കയറാനും വേണേ അടുത്തൊരു ചോദ്യം കൂടെ ചോദിക്കാൻ ഒരു ഓപ്ഷൻ അവിടെയുണ്ട്. അപ്പോൾ കുട്ടികളെ ക്ലോസ് ചെയ്യരുത്, കുട്ടികൾ ഓപ്പണായിട്ടിരിക്കണം. അവരുടെ ലോകത്ത് സംഭവിക്കുന്ന എന്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ. പലപ്പോഴും ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം പേരൻസിനോട് തുറന്നു പറയാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല. അവരുടെ ലൈഫിൽ കുട്ടികളാണ്, മിസ്റ്റേക്സ് ഉണ്ടാവും.
പെൻസിലിൻ്റെ പുറകിൽ റബ്ബർ വെച്ചേക്കുന്നത് ഒരു പെൻസിലും ഇതുവരെ തെറ്റ് വരുത്താതെ എഴുതി തീർന്നിട്ടില്ലാത്തതുകൊണ്ടാണ്. കുട്ടികളാകുമ്പം കുഴപ്പങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ അവർക്ക് തുറന്നു പറയാനുള്ള ഏറ്റവും സേഫ് പ്ലേസിൽ അവർ പറയുന്നതാണ് അവർക്കും നമുക്കും നല്ലത്. അതിനുള്ളൊരു സ്ഥലം ഉണ്ടാവുക, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞ പോലെ വീട്ടിൽ മാത്രമല്ല, ചർച്ചിൽ, സ്കൂളിൽ, ഇവിടെ എല്ലാം അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യം. ഇങ്ങനെയുള്ള ഇതുപോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഈ ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയൊരു കാര്യമാണ്. 16 മണിക്കൂർ ഒറ്റയടിക്ക് ഇരുന്ന് ഗെയിം കളിച്ച് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട കുട്ടി, എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ മൊബൈൽ എടുത്തെറിയുന്ന അല്ലെങ്കിൽ മൊബൈൽ പൊട്ടിത്തെറിക്കുന്ന കുട്ടികൾ. ഇതൊന്നും ഒറ്റയടിക്ക് ഉണ്ടായതല്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. കൊച്ചു കുട്ടികൾ, ഈവൻ ഗർഭിണികളായ അമ്മമാരും അപ്പന്മാരും, അങ്ങനെ ഞാൻ പറയുമ്പോൾ അവരുടെ പിതാക്കന്മാരും, അവർ മുതൽ നമ്മൾ ഓറിയൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ലോകത്തെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് പാട്ടുകൾ പാടുക, പ്രാർത്ഥിക്കുക, പറയാനുള്ളതെല്ലാം അന്യോന്യം പങ്കുവയ്ക്കുക. കുട്ടികൾക്കും അതുപോലൊരു സ്പേസ് അവിടെ ഉണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇല്ലായ്മയോ ഉണ്ടാകാം. ചിലപ്പോൾ വാടക വീട്ടിലായിരിക്കും താമസിക്കുന്നത്, 2-3 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ലായിരിക്കും. പക്ഷേ പീസ്ഫുള്ളായിട്ട് നമ്മുടെ കൂടെ ഉള്ളവരെ ഉറപ്പായിട്ട് നമ്മുടെ കൂടെ വരാൻ സഹായിക്കുന്ന നിലയിലുള്ളൊരു സ്പേസ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. ആ ഒരു ബന്ധം നിലനിർത്തുക. കാര്യം ഈ 4 മണിക്കൂർ സ്ട്രീം ചെയ്യുന്ന ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ 4 മണിക്കൂറും അവനെ നോക്കാൻ ആരുമില്ലായിരുന്നു എന്നൊരു കാര്യം കൂടെ അവിടെയുണ്ട്. ഒരാളെങ്കിലും അതിനിടയ്ക്ക് മക്കളെ നീ എന്തോ ചെയ്യുന്നത് എന്ന് സ്നേഹത്തോടെ ചോദിക്കാനുണ്ടെങ്കിൽ അല്ലേ, അവിടെ ഒരു മിസ്സിംഗ് ഉണ്ട്. അത് തിരിച്ചു പിടിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇത് പറഞ്ഞപ്പോഴാണ് ഈ പാരന്റിങ്ങിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ പാരന്റിങ്ങിൽ ഒരു പരിശീലനം നമുക്ക് ലഭിക്കുന്നില്ല. കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, അവര് നമ്മളുടെ ഒരു കൾച്ചറിനകത്ത് വളർത്താനായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്ന ഒരു പരിശീലനം, അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും മക്കൾക്ക് ഏത് ഡയറക്ഷൻ കൊടുക്കണം എന്നുള്ള ഒരു പരിശീലനം ഒന്നും ഈ മാതാപിതാക്കൾക്ക് നൽകാനായിട്ടുള്ള ഒരു സംവിധാനം നമുക്കില്ല എന്നുള്ളത് ഒരു വലിയ പരിതാപകരമായ സംവിധാനമില്ല. അതുപോലെ തന്നെ അതിനൊരു ആവശ്യകത ഉണ്ടെന്ന് ചിന്തിക്കുന്നില്ല. അതും ഒരു പ്രശ്നം. ഇപ്പം നമുക്കെല്ലാം അറിയാം, എന്നെ ആര് പഠിപ്പിക്കാനെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പൊതുവിൽ നമുക്കുള്ളത്. അപ്പൊ അതും ഒരു അപകടകരമായ കാര്യമാണ്. എനിവേ, നമ്മൾ ഇങ്ങനെ കൗൺസിലിംഗ് മേഖലയിൽ ഒരു വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. കൗൺസിലിംഗ് മേഖലയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ദൈവത്തിന്റെ കരുണയാൽ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് അവൈലബിൾ ആണ്. കുടുംബം തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറയും, ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് സെഷൻ മുതൽ നമ്മളത് ഉപയോഗിച്ച് എടുക്കണം. ഞാൻ വലിയ ആളാണെന്ന രീതിയിൽ പറയുമല്ല, കുറച്ച് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളുടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ ഞാൻ പറയാം. എൻ്റെ മോൾക്കൊരു പ്രശ്നം ഉണ്ടായി. എൻ്റെ കൊച്ചുമോൾക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പം ഞാൻ അതിനെക്കുറിച്ച് തലമുണ്ടാക്കാൻ ശ്രമിക്കാതെ എൻ്റെ ഒരു സ്നേഹിതനായ ഒരു മെൻറ്ററൂടായ ജോൺ ജേക്കബ് സാർ, പത്തനംതിട്ടയിലുള്ള ജോൺ ജേക്കബ് സാറുമായിട്ട് ഞാൻ സംസാരിക്കുകയും അദ്ദേഹത്തോടെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, എനിക്ക് 2 കുട്ടികളുണ്ട്. 2 കുട്ടികളെ ഒരുപോലെ അല്ല പേരൻ്റ് ചെയ്യേണ്ടത്. ഒരാളെ പേരൻ്റ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്, മറ്റേ ആളിനെ പേരൻ്റ് ചെയ്യേണ്ട രീതി മറ്റൊന്നാണ്. അതങ്ങനെ ചെയ്താലേ അവർക്കത് മനസ്സിലാവും. അവർക്കത് മനസ്സിലാകുന്ന ലാംഗ്വേജ് ഏതാണ്, അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അറിവില്ലെങ്കിൽ അത് സമ്മതിച്ചേ പറ്റൂ. അപ്പോൾ നിശ്ചയമായിട്ടും നമ്മൾ അതിന് സഹായങ്ങൾ എടുക്കണം. കൗൺസിലിംഗ് ഹെൽപ്പ് അവൈലബിൾ ആണ്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ട് പേരൻസിന് ആവശ്യമുള്ള ഒന്നാണ്. നിങ്ങളുടെ കുട്ടികൾ, ഇപ്പം നമ്മുടെ വ്യൂവേഴ്സായിട്ടുള്ള പല പ്രിയപ്പെട്ടവരുണ്ട്, അവരുടെ കുട്ടികൾ ആരെങ്കിലും മൊബൈൽ സംബന്ധമായ അഡിക്ഷൻസോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴോ അല്ലാതെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം കാണിക്കുന്നവരോ പഠനത്തിൽ പുറകിലോട്ട് പോകുന്നവരോ ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യണം എന്നുള്ളൊരു വാക്കോട് ഇവിടെ പറഞ്ഞു പോകണമെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ ആഡ് ചെയ്തതാണ്. ഒരു വലിയ പ്രഷർ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ നേരിടുന്നുണ്ട്. അതാ അക്കാഡമിക് ലെവലിൽ അവരെ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു വലിയ പുഷ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള ആ ഒരു മൗണ്ട് ചെയ്ത് വരുന്ന ആ ടെൻഷൻ ഈ കുഞ്ഞുങ്ങളെ വല്ലാതെ ബാധിക്കുന്നു. അവരുടെ സ്വഭാവത്തെയും പിന്നെ അവരുടെ ജീവിതത്തെയും എല്ലാം ബാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. നിശ്ചയമായിട്ടും അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം എൻ്റെ മകള് 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഈ സ്വാഭാവികമായിട്ട് ഈ പ്രഷർ എൻ്റെ മേളിലുണ്ട്. കാരണം നമ്മുടെ നാട്ടിൻ്റെ ഒരു രീതി അനുസരിച്ച്, അല്ലെങ്കിൽ എല്ലാ നാട്ടിൻ്റെയും രീതി അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന ഫൈനൽ എക്സാമിന് ലഭിക്കുന്ന മാർക്കാണ് നമ്മൾ പോകാൻ പോകുന്ന അടുത്ത കോഴ്സിനെ അല്ലെ, ആ കോഴ്സിലേക്ക് എത്തിപ്പെടണമെങ്കിൽ മാർക്ക് ഇല്ലാതിരിക്കാൻ പറ്റില്ല. അത് നിശ്ചയമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ക്ലാസ്സിലെ ഏറ്റവും ഫസ്റ്റ് ആകാൻ പഠിക്കുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ മറ്റേ കുട്ടിയെക്കാട്ടി കൂടുതൽ, അയൽപക്കത്തെ കുട്ടിയെക്കാട്ടിൽ അല്ല അറിയാവുന്നൊരു കുട്ടിയെക്കാട്ടി കൂടുതൽ മാർക്ക് മേടിക്കുന്നതിനെ കുറിച്ചും ഒന്നും കുട്ടികളോട് സംസാരിക്കാതെ അവരുടെ ബെസ്റ്റിന് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരു പേരൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനത് പറയുന്നത്. ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് റേഞ്ചിലോട്ടൊന്നും പോകുന്നില്ലായിരിക്കും, പക്ഷേ ചിലപ്പോൾ ആ കുട്ടിയെക്കുറിച്ചുള്ള ദൈവത്തിനൊരു, ഞാൻ ആ പോയിന്റിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്നത്
പഠിക്കുന്നത്. ഓരോ കുട്ടികളെക്കുറിച്ചും ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിൻ്റെ ഒരു പ്ലാനുണ്ട്, അത് ഒരു പേർപ്പസ് ഉണ്ട്. കാര്യം അദ്ദേഹത്തിനാണ്, അല്ലെങ്കിൽ ദൈവത്തിനാണ് അതിൻ്റെ പൂർണ്ണ അവകാശമുള്ളതെന്ന് ഞാൻ പറയും. കാര്യം നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ വീണ്ടെടുത്തതും കർത്താവാണ്, യേശു കർത്താവാണ്. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും ആ വ്യക്തിയെക്കുറിച്ച് ഉറപ്പായിട്ടും ഒരു ലക്ഷ്യം ദൈവത്തിനുണ്ട് എന്നുള്ളതാണ്. അവിടെ കൊണ്ടെത്തിക്കാൻ ദൈവത്തിന് എല്ലാം അറിയാം എന്നുള്ളതാണ് എൻ്റെ സത്യം. ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ. ഇപ്പം കുട്ടികളെ, താങ്ക് യു ഫോർ സേയിങ് ദിസ്, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികളെ സംബന്ധിച്ചുള്ള ഇത്രയധികം സബ്ജക്റ്റുകൾ പഠിക്കണം, ഇത്രയധികം ചാപ്റ്റേഴ്സ് കവർ ചെയ്യണം, പലതും മനസ്സിലാകുന്നില്ല. ഇനി അത് മനസ്സിലാകാത്തത് കൊണ്ട് ട്യൂഷന് പോകുന്നു. രാവിലെ 8 മണിയാകുമ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടി തിരിച്ചു വരുന്നത് 4:30-ക്കാണ്. 4:30-ക്ക് വന്നൊരു വെള്ളം പോലും ചിലപ്പോൾ കുടിക്കാതെ കുടിച്ചുകൊണ്ടും ആയിരിക്കാം 5 മണിയാകുമ്പോൾ ട്യൂഷന് പോകുന്നത്. 6:30 ആകുമ്പോൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ഹോംവർക്കുകളും ബാക്കി വർക്കുകളും ഉണ്ട്. ഇവരെ രാത്രി എത്ര മണിക്കായിരിക്കും കിടക്കുക? ഇവർക്ക് റിലാക്സ് ചെയ്യാനും, എല്ലാ കുട്ടികൾക്കും ഒരു റിലാക്സേഷൻ ടൈം വേണം. അവർക്ക് സംസാരിക്കാനും, അവർക്ക് പഠന സംവിധാനത്തിന് തന്നെ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയ്ക്ക് വലിയൊരു പൊങ്ങാത്ത ലോഡാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അവർക്ക് വഹിക്കാൻ വയ്യാത്ത ഭാരം എടുത്ത് വെക്കുകയാണ് കുട്ടികളുടെ തലയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവർക്കൊന്ന് റിലാക്സ് ചെയ്യാൻ സമയമില്ലാതെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഈ പൊതുവിദ്യാഭ്യാസം തന്നെ അങ്ങനെ മാറിയിരിക്കുന്നത്. രണ്ടാമത് സാറേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഈ കുട്ടികൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ അവൻ തന്നെ ചൂസ് ചെയ്യേണ്ടി വരുന്നു, അവൻ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഒരു 15ാമത്തെ വയസ്സിൽ 10ാം ക്ലാസ് പൂർത്തിയാക്കുന്ന ഒരു കുട്ടി അവൻ്റെ സ്ട്രീം ഏതാന്ന് എന്ത് ചെയ്യണം? അവൻ തിരഞ്ഞെടുക്കണം. ഇനി +2 കഴിയുന്ന ഒരു വിദ്യാർത്ഥി അവൻ തിരഞ്ഞെടുക്കണം അവൻ്റെ അടുത്ത ജീവിതം മുഴുവൻ അവൻ ഏത് ഫീൽഡിലേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ അവൻ ആ ചൂസ് ചെയ്യുവാനുള്ള ഒരു അതിനനുഭവിക്കുന്ന ഒരു ടെൻഷനുണ്ട്. അവന് തന്നെ എത്ര കുട്ടികൾക്കും അറിയാം തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഈ പ്രായത്തിൽ എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും. ഒരു പൂർണ്ണ തോതിൽ അവർക്കത് സാധിക്കും. പലപ്പോഴും അവിടെയാണ് ഈ പാരൻസ് അവരെ ഡോക്ടറാക്കാനോ എഞ്ചിനീയർ ആക്കാനോ ഒക്കെ ആയിട്ടുള്ള ഒരു ഇങ്ങനെ പറഞ്ഞ് അതിലേക്ക് അതൊരു അഡീഷണൽ സാധനമാണ്. ഓൾറെഡി അവര് കൺഫ്യൂസ്ഡ് ആണ് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. പിന്നെ പേരൻസ് പലപ്പോഴും ചെയ്യുന്നത് അവരുടെ നഷ്ടസ്വപ്നങ്ങൾ പിള്ളേരിലൂടെ സാധിച്ചെടുക്കാനാണ്, അവരുടെ സ്കിൽസിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല. ശരിക്കും എനിക്ക് തോന്നുന്നു ചെറിയ പ്രായം മുതൽ ഒരു കുട്ടിയെ ഒരു മാതാവും പിതാവും വാച്ച് ചെയ്യണം. അവനും അവളും ഏത് കാര്യം ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത്, ഏത് കാര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കാം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, പക്ഷേ അത് കഴിവതും ശ്രദ്ധിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇന്ന് കൗൺസിലിംഗ് സഹായങ്ങളൊക്കെ അതിന് ലഭ്യമാണ്. ഒരു പരിധിവരെ നമുക്ക് ചില ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നിശ്ചയമായിട്ടും ഈ ഒരു ടെൻഷൻ ഉള്ളത് തന്നെയാണ്. പക്ഷേ അത് വേഴ്സ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് അതിനെക്കുറിച്ച് ഒരു അറിവില്ലെങ്കിൽ നമുക്ക് മോനെ നിനക്ക് ഈ കാര്യം ഇഷ്ടമാണോ എന്നുള്ള കുറേ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റനെയർ തന്നെ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ടുള്ള ക്വസ്റ്റനെയറും കാര്യങ്ങളും ഉണ്ട്. ഒരു കൗൺസിലിംഗ് ഫീൽഡുള്ള ഒരു വ്യക്തിയെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുമെന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. പക്ഷേ ഈ കഴിവതും ഈ പേരൻസ് അവരുടെ സ്വപ്നങ്ങളിലേക്ക് ഇവരെ വലിച്ചയക്കാനായിട്ട് ശ്രമിക്കരുത്. എന്താ പറയുക, എനിക്ക് ഒരു വിദ്യാർത്ഥിയെ അറിയാം, ഒരു സ്നേഹിതനെ അറിയാം. അദ്ദേഹത്തിന് സൗണ്ട് എഞ്ചിനീയറിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫീൽഡ്. അതിലേക്ക് പോകാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം +2 കഴിഞ്ഞതിന് ശേഷം. അത് ഐഡൻറ്റിഫൈ ചെയ്തു. പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ആ കാര്യത്തിൽ സംശയമില്ലായിരുന്നു. പക്ഷെ പേരൻസ് പറഞ്ഞു അത് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ല, അതുകൊണ്ട് മറ്റൊരു കോഴ്സിന് വേണ്ടി പോകാനായിട്ട്. 4 വർഷത്തെ കോഴ്സ് 6 വർഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ 21 സബ്ജക്റ്റ് ബാക്കിയുണ്ടായിരുന്നു പറയുന്ന ഒരു സങ്കടകരമായ കാര്യവും ഉണ്ടവിടെ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ, നമ്മുടെ മാത്രമല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഈ കുഞ്ഞുങ്ങളെ പലതരം കെണികളിൽ പെടുത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന പലതരം ശക്തികളുണ്ട്. വളരെ പർപ്പസ്ഫുള്ളി ഈ ടീനേജിൽ ഈ കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കാൻ, അങ്ങനെ തന്നെ പണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പിള്ളേരെ തട്ടിക്കൊണ്ടു പോകുന്ന സമയം, ഇന്നിപ്പോൾ അത് വളരെ കുറവായിരിക്കും. പക്ഷേ ഈ ടീനേജിൽ കുട്ടികളെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന മതശക്തികളുണ്ട്. അതുപോലെ തന്നെ മറ്റു ഇപ്പം ഡ്രഗ് ബിസിനസ് എന്നൊക്കെ പറയുന്നത് ഈ കുട്ടികളെ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നത് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അവരെ ആദ്യം ഇവരെ പിന്നെ ഈ ഓരോ ചെറിയ ഡോസിലൂടെ അവരെ ഇതിനോട് അഡിക്റ്റാക്കി മാറ്റുന്നു, അവരെ സെല്ലേഴ്സാക്കി മാറ്റുന്നു. ഇങ്ങനെയുള്ള ഒരു പല ട്രാപ്പുകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഈ ലവ് ജിഹാദ് പോലുള്ള സംഭവങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന വിഷയങ്ങൾ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ അതിൽ നിന്നൊക്കെ സേവ് ചെയ്യാം എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അത് ഈ ഓരോ കാര്യങ്ങൾ വെച്ചാൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പല പിക്ചേഴ്സിൻ്റെ മനസ്സിൽ കൂടെ വന്നു. അതിലൊരു പിക്ചർ വൈപ്പിനിൽ ഒരു സ്കൂളുകളിൽ ഡ്രഗ് അബ്യൂസിനെതിരെയും അതുപോലെ
ഡിജിറ്റൽ മീഡിയയുടെ അബ്യൂസിനെതിരെയൊക്കെയുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫോമേഴ്സും പവർ വിഷനും കൂടെ ചേർന്നാണ് അത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ഞങ്ങൾ പോയ സമയത്ത് അന്ന് അവിടെ ഒരു ഹെഡ് മിസ്ട്രസ് ആയിട്ടിരിക്കുന്നത് ഒരു കന്യാസ്ത്രീയാണ്. അപ്പം മാമിനോട് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. വളരെ സന്തോഷത്തോടാണ് ഞങ്ങളെ സ്വീകരിച്ചത്. എന്നോട് പറഞ്ഞു വളരെ ഭാരമുള്ള വിഷമമുള്ള ഒരു കാര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ സ്കൂളിലൊരു കുട്ടി ഉണ്ടായിരുന്നു, 10ാം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടി. അവനത് ഉപയോഗിക്കുന്നത് മാത്രമല്ല, അവനതിൻ്റെ ക്യാരിയറുമാണ്. അവനെ ഒട്ടും ഇനി ആ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. സാധനം TC കൊടുത്ത് അവൻ്റെ അമ്മയുടെ കയ്യിലോട്ട് TC കൊടുക്കുമ്പോൾ ആ ടീച്ചർ പറഞ്ഞൊരു കാര്യം, ഇവനെ പഠിത്തം നിർത്തിക്കരുത്, മറ്റെവിടെയെങ്കിലും അവനെ ചേർത്ത് പഠിപ്പിക്കണം, ആരും എടുത്തില്ലെങ്കിൽ അവനെ ഇങ്ങ് കൊണ്ടുവരണം. അപ്പോൾ ഒരു ടീച്ചറിൻ്റെ ധർമ്മസങ്കടമാണ്. സത്യത്തിൽ ഇതൊന്നും ചിന്തിക്കാതെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഇതുപോലുള്ള 1ഉം 2ഉം അല്ല, എന്തായാലും നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു, പല രീതിയിലുള്ള കാര്യങ്ങൾ ചുറ്റും നടക്കുമ്പം എനിക്ക് ഓർമ്മ വരുന്ന ഒരു വാക്യം എന്ന് പറയുന്നത് തിമോഥെയോസിൻ്റെ പുസ്തകത്തിലുള്ളൊരു വാക്യമാണ്. ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനിൽ എനിക്ക് വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു കാര്യം, നീ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് ആരും നിന്നെ കുറച്ച് കാണരുത്. കുറച്ച് പേര് എങ്കിലും ടീൻസും യങ്സ്റ്റേഴ്സും നമ്മളെ കേൾക്കുന്നുണ്ട് ഉറപ്പായിട്ടും, അല്ലെങ്കിൽ അവരുടെ പേരൻസ് കേൾക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ചാലഞ്ച് ചെയ്യണം. നിങ്ങൾ തോക്കാൻ വേണ്ടിയുള്ളവരല്ല, നിങ്ങൾ ജയിക്കാൻ വേണ്ടിയുള്ളവരാണ്. ഒരു കുട്ടിയായതുകൊണ്ട് നിന്നെ ആരും കുറച്ച് കാണാൻ പാടില്ല. ഇന്ന് വളരെ വളരെ ശക്തി കയ്യിലുള്ള ആളുകളാണ് കുട്ടികളെന്ന് പറയുന്നത്. കുറേ കാര്യങ്ങൾ അവർക്ക് അറിവില്ലായ്മയുണ്ട്. പക്ഷേ അവരുടെ ഉദാഹരണത്തിന് ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ആർക്കാണ്? ആ വീട്ടിലെ യങ്സ്റ്റേഴ്സിനാണ്, അല്ലേ? ടെക്നോളജി ഏറ്റവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ആ വീട്ടിലെ യങ്സ്റ്റേഴ്സാണ്. അവർക്ക് ശക്തികൾ നിശ്ചയമായിട്ടും ഉണ്ട്, അവർക്ക് ആവശ്യമുള്ളത് ഗൈഡ് ലൈൻസ് ആണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു കുഴിയിലും വീഴാൻ പാടില്ല. നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് ധൈര്യത്തോടെ നിൽക്കുന്നത് കാണാനാണ് ഞങ്ങളും ദൈവം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് മുമ്പിൽ നേരെ നിൽക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഒരു പ്രശ്നത്തിലാണ് നിങ്ങളെങ്കിൽ ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്, കം ഔട്ട് ഓഫ് ഇറ്റ്, അല്ലേ? എത്രയും വേഗം തിരിച്ചു വരണം, അവർക്ക് പറ്റും. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും തോൽവികളും ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അന്നൊക്കെ അതിൽ നിന്ന് തിരിച്ചു വരാൻ എന്നെ സഹായിച്ച കുറേയധികം ആളുകളും ഒരു ദൈവം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പം നിശ്ചയമായിട്ടും ആ ഒരു ആറ്റിറ്റ്യൂഡോടെ ഇതിനെല്ലാം കാണാൻ പറ്റണം. ഒരിക്കലും കരുതരുത് വളരെ ഈസി ആയിട്ടുള്ളൊരു വഴിയിലാണ് നമ്മൾ നടക്കുന്നതെന്ന്. കെണികളാണ് മുഴുവൻ, ചുറ്റും കെണികളാണ്. ഓരോ ചുവടിലും സൂക്ഷ്മതയോടെ വേണം നമ്മൾ നീങ്ങാൻ. അതുകൊണ്ട് പേടിക്കണമെന്നല്ല, ജാഗ്രതയുള്ളവരായിരിക്കണം എന്നുള്ളത് മാത്രമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, പേരൻസ് എന്നുള്ള നിലയിൽ പേടിപ്പിക്കുകയല്ല, കൂടെ നിൽക്കുക, എല്ലാം സംസാരിക്കാൻ ഞങ്ങളുണ്ടെന്ന് പറയുക. എന്നാ പ്രശ്നം വന്നാലും ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് ഓരോ കുട്ടിയോടും പറയണമെന്ന് ഞാൻ പറയും. ഏത് അറ്റത്ത് ചെന്നിട്ടാണെങ്കിൽ പോലും ഒരു തെറ്റായ റിലേഷൻഷിപ്പിലേക്ക് വിട്ടു, ട്രാപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. എങ്കിൽ പോലും ആ നിമിഷം തിരിഞ്ഞ് വരാൻ തോന്നുന്നെങ്കിൽ ഗിവ് എ കോൾ ടു സമ്മൺ. പേരൻസിനോടോ അങ്ങനെ ബന്ധമുള്ളവരോടോ റീച്ച് ഔട്ട് ചെയ്യുക, പുറത്തു വരണം എന്നുള്ളതാണ് എനിക്കൊരു വാക്ക് പറയാം. സാറേ, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഈ നമ്മുടെ ഈ പുതിയ തലമുറ, ഈ ജെൻസി എന്നൊക്കെ പറയുന്ന ഈ തലമുറ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത ഒരു സമൂഹമായിട്ടാണ് വളർന്നു വരുന്നത്. അങ്ങനെ ഒരു പൊതു ചിന്ത എങ്ങനെയുണ്ട്? സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല ഈ കുട്ടികൾക്ക്. അവർ മൊബൈലിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിൽ അവരുടെ മാത്രം കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായി മുന്നോട്ട് പോവുകയാണ്. അവർക്ക് ആരോടും കൺസേൺ ഇല്ല, പ്രതിബദ്ധതയില്ല, സമൂഹത്തോടൊരു താല്പര്യങ്ങളില്ല. അപ്പം പ്രത്യേകിച്ച് രാഷ്ട്രീയം അങ്ങനെയുള്ള എല്ലാം പൊല്യൂട്ടഡായി കിടക്കുന്ന ഒരു സമൂഹത്തിൽ ഈ പുതിയ ജനറേഷൻ ഇതിനകത്തൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ, ഒരു താല്പര്യവും ഇല്ലാതെ മുന്നോട്ട് വരികയാണ്. അത് ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ അത് ആ ജനറേഷനെ മാത്രം തുടങ്ങേണ്ട കാര്യമല്ല. നമ്മുടെ ഇന്ന് ആക്റ്റീവായിട്ടുള്ള പൊതുരംഗത്ത് സജീവമായിട്ടുള്ള നമ്മളിൽ പലരും ഇനാക്റ്റീവ് ആണെന്നുള്ളതാണ് സത്യം. നമ്മൾ പലരും പാസീവാണ്. പലപ്പോഴും അത് കണ്ടിട്ടാണല്ലോ കഴിഞ്ഞ തലമുറ, നമ്മുടെ മുമ്പിലുള്ള തലമുറ എന്തുമാത്രം പാഷനേറ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു എന്നത് കണ്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ തലമുറയിൽ ഇന്ന് ആക്റ്റീവായിട്ടിരിക്കുന്ന പല സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള, ഇപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ രാഷ്ട്രീയ രംഗത്തെക്കുറിച്ച് പറഞ്ഞു, ഇനി പൊതുരംഗത്തെക്കുറിച്ച് പറഞ്ഞാലും സാമൂഹ്യ പ്രവർത്തന രംഗത്തെക്കുറിച്ച് പറഞ്ഞാലും എല്ലായിടത്തും ഒരു ഇനാക്റ്റീവ്നെസ് കാണുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഈ കുട്ടികൾക്കും ടീൻസിനും വേണ്ടിയുള്ള പല കാര്യങ്ങൾ, പല ഇനിഷ്യേറ്റീവ്സ് ചുറ്റും നടക്കുന്നു. പക്ഷേ ആളുകൾ അവൈലബിൾ അല്ല. പല കാരണങ്ങൾ കൊണ്ട് അവർ മാറി നിൽക്കുകയാണ്. ഒരു മാസത്തിൽ ഒരു കപ്പിൾ ഓഫ് അവേഴ്സ്, 8 മണിക്കൂർ ഒരു ദിവസമെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയുള്ള, ടീനേജേഴ്സിന് വേണ്ടിയുള്ള ഒരു അവയർനെസ് സെഷനിൽ പോയി പങ്കെടുക്കാൻ, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ
താല്പര്യം കാണിക്കുന്നത് ആക്ടിവിറ്റിയിലേക്ക് അവരെ കൊണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ അവർ കൂടെ ഇറങ്ങും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഒരു ചർച്ചിലെ കുട്ടികളൊക്കെ ഇനാക്റ്റീവ് ആണെന്ന് നമ്മൾ പറയുന്നു. പക്ഷെ ഈ കുട്ടികളെ ആക്റ്റീവ് ആക്കാൻ കഴിയുന്ന ഒരു പരിപാടിയും നമ്മൾ ഒരാൾ പോലും ഇറങ്ങിത്തിരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല സാറേ, എനിക്കതിനകത്ത് മനസ്സിലായത് ഈ വെള്ളപ്പൊക്കം ഉണ്ടായി 2018 വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. കേരളം വല്ലാത്തൊരു പ്രതിസന്ധിയിലായപ്പോൾ ഈ പറയുന്ന ഈ കൊച്ചു പിള്ളേരെല്ലാം എന്ത് ചെയ്തു? ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ഇറങ്ങി. അവര് സാധനങ്ങൾ കളക്ട് ചെയ്തു, എത്തിക്കാവുന്നിടത്ത് എത്തിച്ചു. എല്ലാ കാര്യങ്ങളിലും ഈ ആളുകളെ രക്ഷപ്പെടുത്താനും വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്തു. വളരെ സജീവമായിട്ട് മുന്നോട്ട് വന്നു. അതിനുശേഷം അവർ ഓൾ ഓഫ് എ സഡൻ ഈ രംഗത്തു നിന്ന് എന്ത് ചെയ്തു? അപ്രത്യക്ഷമായി പോയി. അവരില്ല. ഇപ്പോൾ ഒരു രംഗത്തും ഇല്ല. നമ്മളെ നേരിട്ട് ബാധിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. പക്ഷെ ഒരിടത്തും ഈ പിള്ളേരെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അവരെ ഉൾക്കൊള്ളിക്കുവാൻ നമ്മുടെ സമൂഹത്തിന് ഒരു സംവിധാനങ്ങളും ഇല്ല എന്നുള്ള. ഇനി ഒരു പ്രളയം ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഈ പിള്ളേർ വീണ്ടും ഒന്ന് ആക്റ്റീവായിട്ട് വരാനായിട്ട് എന്നെനിക്ക് സംശയം തോന്നുന്നു. വലിയ കഷ്ടമായിട്ടുള്ളൊരു സാഹചര്യമാണ് നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറ നേരിടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, സാറുമായിട്ട് ഇത്രത്തോളം സമയം സംസാരിക്കുവാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. വീണ്ടും അവസരങ്ങൾ ലഭിക്കും. നമുക്ക് ഒന്നിച്ചിരിക്കാം. നമ്മുടെ സമൂഹത്തെക്കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് കൺസേൺ ഉള്ളവരെന്നുള്ള നിലയിൽ നമുക്കും ഈ കുഞ്ഞുങ്ങളുണ്ട്. അവരെക്കുറിച്ചൊക്കെ നമുക്ക് അധികം കൺസേൺ ഉണ്ട്. അവരെക്കുറിച്ചുള്ള ആകുലതകളുണ്ട്. അപ്പോൾ സമാനമായ സാഹചര്യങ്ങളിലൂടെ പോകുന്ന ഒത്തിരി ചെറുപ്പക്കാരായ മാതാപിതാക്കളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചിന്തിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഇന്ന് റെനി സാർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നുണ്ട്. അതുപോലെ സഭയും സമൂഹവും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ നന്മയ്ക്കായി മാറട്ടെ. നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക്, നമ്മുടെ പുതിയ തലമുറയുടെ ആരോഗ്യകരമായ വളർച്ചയിലേക്ക് അത് കാരണമായി തീരട്ടെ. കെണികളിൽ നിന്ന്, കുടുക്കുകളിൽ നിന്നൊക്കെ അവർ രക്ഷ പ്രാപിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപ അവരോട് കൂടിയിരിക്കട്ടെ. അവരുടെ പർപ്പസ് തിരിച്ചറിയുവാൻ ഓരോ കുഞ്ഞുങ്ങളെയും നമുക്ക് ഗൈഡ് ചെയ്യാവുന്ന മേഖലകളിൽ അവരെ ഗൈഡ് ചെയ്യുക, അവരെ താങ്ങേണ്ട സ്ഥലങ്ങളിൽ താങ്ങുക, അവർക്ക് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്ത് അവരോട് കൂടെ നിൽക്കുക, അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ സന്ദേശം കൈമാറിക്കൊണ്ട് ഈ ദിവസം ഞങ്ങൾ ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും റെനി സാറുമായിട്ട് നമുക്ക് ഒന്നിച്ചു കൂടാം. താങ്ക് യു സാറേ. താങ്ക് യു.